രാവിലെ തന്നെ എണീറ്റ് പല്ലുതേപ്പ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് അഴിഞ്ഞുവീണ കാർക്കുന്തലൊക്കെ വാരി പിടിച്ച് മേലോട്ട് കെട്ടിവെക്കുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ തലയിലും മുടിയിടണം വളരെ കുറവാണെങ്കിലും തറയിലും മുടിയിടണം വളരെ കൂടുതലാണ്. അതെന്താണോ എന്തോ ആ കണക്ക് അങ്ങോട്ട് ശരിയായി വരുന്നില്ല. ഓരോ ദിവസം മുറി തൂത്തു വരുമ്പോഴും കിട്ടുന്ന മുടി കാണുമ്പോൾ ഞാൻ മനസ്സിലോർക്കും ഇതിന് മാത്രം മുടി കൊഴിയാനായിട്ടാണെങ്കിലും എന്റെ തലയിൽ ഉണ്ടോന്ന്. അപ്പൊ എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാൻ ഇന്ന് ഇഡലി സാമ്പാറുമാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഇഡലി ഞാനും തമ്മിൽ ബദ്ധ ശത്രുക്കളാണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ എത്ര വട്ടം ഉണ്ടാക്കിയാലും ഈ ഇഡലി അങ്ങോട്ട് ഒത്തു വരുന്നില്ല കേട്ടോ. സോഫ്റ്റ് ആണ് സംഭവം എന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പൊങ്ങി വരുന്നില്ലെന്നേ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് പീലി അംഗൻവാടി കൊണ്ടാക്കിയിട്ട് ഞാനും ഏട്ടനും കൂടെ അമ്മയും കൊണ്ട് അഞ്ചാലമൂട് PN ഹോസ്പിറ്റലിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അമ്മയ്ക്ക് ചെറിയൊരു ഫിസിയോതെറാപ്പി എടുക്കേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ ഹോസ്പിറ്റലിലെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ അഞ്ചാലമൂട് CKP ചന്തയിൽ കയറി കുറച്ച് മീനൊക്കെ വാങ്ങിച്ചിട്ട് വെള്ളോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് അവിടെ നല്ല പഴുത്ത കൈതച്ചക്ക ഇരിക്കുന്നു. അങ്ങനെ ഏട്ടനെ വീണ്ടും സോപ്പിട്ട് ചാക്കിലാക്കി ഒരു കൈതച്ചക്കയും വാങ്ങിച്ച് വീട്ടിൽ എനിക്ക് കൈതച്ചക്ക ആയിരുന്നു അത്ര വശമല്ലോ കേട്ടോ. എന്റെ വീട്ടിൽ എന്റെ അച്ഛനാണ് ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്ത് ഞങ്ങൾക്ക് ജ്യൂസ് അടിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ അച്ഛന്റെ കാര്യം പറഞ്ഞത്. അപ്പോൾ ഓക്കെ, ബൈ.